ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ശക്തമായിട്ടുള്ള ഒരു റിക്കവറി കാണിച്ച ഒരു ദിവസമായിരുന്നു. 2 ദിവസത്തെ കനത്ത IT സെക്ടർ സെൽ ഓഫ് കഴിഞ്ഞ് മാർക്കറ്റ് ബുൾസ് ശക്തമായിട്ട് തിരിച്ചു വന്ന ഒരു ദിവസമായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ക്ലോസിംഗ് ഫിഗേഴ്സ് നോക്കാം. BSE സെൻസെക്സ് 650 പോയിന്റ് ഉയർന്ന് 83,277 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 210 പോയിന്റ് ഉയർന്ന് 25,682 സെറ്റിൽ ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 60,942 ക്ലോസ് ചെയ്തു. മാർക്കറ്റ് ഡ്രൈവേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹെവി വെയ്റ്റ് സ്റ്റോക്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ എന്നിവയിൽ അഗ്രസീവ് ബൈയിങ് ആണ് റാലി നയിച്ചത്. മോർണിംഗ് സെഷനിൽ IT സ്റ്റോക്സിനെ ബാധിച്ച AI ഡിസ്ട്രപ്ഷൻ ഫിയേഴ്സ് കൂടാതെ RBIയുടെ ടൈറ്റ് ബ്രോക്കർ ലാൻഡിംഗ് നോംസ് മൂലം ഫിനാൻഷ്യൽ സ്റ്റോക്സിൽ ചെറിയ വീക്ക്നെസ് ഉണ്ടായിരുന്നെങ്കിലും ലേറ്റർ സെഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള Q3 റിസൾട്ടും PSU ബാങ്കിന്റെ റാലിയും കൂടാതെ ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റിന് തുടക്കം കുറിച്ചതും മാർക്കറ്റ് സെന്റിമെന്റ്സ് സ്റ്റെബിലൈസ് ചെയ്തു. ടോപ്പ് 3 സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ടൊറന്റ് പവറിന്റെ സൈഡിൽ നിന്നാണ് ന്യൂസ് വരുന്നത്. L&Tയിൽ നിന്ന് നാബ പവറിനെ 6,889 കോടി എന്റർപ്രൈസ് വാല്യൂവിൽ അക്വയർ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് സ്റ്റോക്ക് ഫോക്കസിൽ എത്തിയിട്ടുണ്ട്. നാറ്റ്കോ ഫാർമയും ഇൻട്രാഡേയിൽ 11% വരെ സർജ് ചെയ്തു. ക്ലോസിംഗിൽ 6.46% ഗെയിനുമായിട്ടാണ് നാറ്റ്കോ ഫാർമ ഇന്ന് മൂവ് ചെയ്തത്. ഒല ഇലക്ട്രിക് ക്വാർട്ടർ റവന്യൂ കുറഞ്ഞതിനെ തുടർന്ന് ഷെയർ പ്രൈസ് 7% താഴേക്ക് വരികയുണ്ടായി. ഓൾ ടൈം ലോയിലാണ് ഓല ഇലക്ട്രിക് എത്തിയത്. പല ബ്രോക്കറേജസും ഫ്യൂച്ചർ ഡൗൺ സൈഡ് വാൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, HDFC ബാങ്ക്, അദാനി എന്റർടൈൻമെന്റ്. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ KWIL, ടെക് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ്, മാരുതി. ഇന്നത്തെ ന്യൂസ് സമ്മറി നോക്കുകയാണെങ്കിൽ IT കറക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് സ്ട്രോങ് കംബാക്ക് നടത്തുകയുണ്ടായി. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ സപ്പോർട്ട് നൽകിയപ്പോൾ ബോർഡർ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് മൊമെന്റം കാണപ്പെട്ടു. ഇനി ഫോക്കസ് Q3 ഏർണിംഗ് കണ്ടിന്യൂവേഷൻ, അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസ്, കൂടാതെ RBI പോളിസി സൈൻസ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് സമ്മറി. നാളത്തെ മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.